എത്ര തന്നെ കെമിക്കൽ ഡൈസ് ഉപയോഗിച്ചാലും നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കെമിക്കൽ ഡൈസിന് കിട്ടുന്നില്ല. കാരണം ചില സമയത്ത് നമ്മൾ കെമിക്കൽ ഡൈസ് ഉപയോഗിക്കുമ്പോൾ 1 മാസം വരെയൊക്കെ നിൽക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ആവും. അപ്പം നമ്മളിവിടെ ഇന്ന് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് എപ്പോഴും ഒരുപാട് നാൾ അതുപോലെ തന്നെ കറുത്ത് തന്നെ മുടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് ചെയ്യുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് നെല്ലിക്കയാണ് എടുക്കുന്നത്. ഒരു 3 നെല്ലിക്കയൊക്കെ ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നന്നായിട്ട് ചെറിയ പീസായിട്ട് ചതച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ ജ്യൂസാണ് കിട്ടേണ്ടത്. എന്നാലും നമുക്ക് ശരിക്കും അതൊരു ഫുള്ളായിട്ട് അതുപോലെ തന്നെ എടുത്ത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് എടുക്കണേക്കാൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈക്ക് നമ്മൾ വേറെ എണ്ണയോ നീലാമരിയോ അങ്ങനെ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ നെല്ലിക്കയുടെ കൂടെ വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അത് രണ്ടും മതി. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്. അതും കൂടെ എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഓരോന്നും പുതിയ ന്യൂ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എപ്പോഴും ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്ന 2-3 നെല്ലിക്ക ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സൺഡേസിലൊക്കെ ചെയ്തെടുക്കാൻ പെട്ടെന്ന്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് നല്ല കട്ടൻ ചായയാണ്. നമ്മൾ തേയില മാത്രമേ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. പഞ്ചസാരയൊന്നും ഇട്ട് ചായ പോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ ഒരു 2 സ്പൂൺ തേയില ഇട്ട് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് 1 ഗ്ലാസ് വറ്റിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ തേയില വെള്ളം ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള തേയില വെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന തേയില വെള്ളത്തിൽ നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണത്. അപ്പോൾ ഈ ഒരു മിക്സിന് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയിൽ ഇടാതിരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കട്ടയായിട്ട് തന്നെ മിക്സിയിലേക്ക് ഇട്ട് ഭയങ്കര പാടായിട്ട് ഇരിക്കും അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടും തരികളില്ലാണ്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. നമുക്കറിയാം തേയിലവെള്ളം നല്ലൊരു കണ്ടീഷനാണ്. മുടിക്ക് വളരെയധികം മുടി വളരാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് തേയിലവെള്ളം. അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയായിട്ടോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മുടി ഒത്തിരി വളരാനും മുടി നന്നായിട്ട് കറുത്ത് വരാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന പോലെ തന്നെ ഇതുണ്ടാക്കുന്ന രീതിയും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മളൊരു അടി കട്ടിയുള്ള നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, എപ്പോഴും ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ തന്നെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു മിക്സ് നന്നായിട്ട് കറുത്ത് വരും. അതുമാത്രമല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കൊണ്ടുള്ള നമുക്കുള്ളൊരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ ഡൈയിൽ നന്നായിട്ട് ഇരുമ്പിൻ്റെ അംശം നന്നായിട്ട് ചേരുന്നുണ്ടാവും. അപ്പോൾ ഒരു അയണിൻ്റെ കണ്ടൻറ്റ് മുടി വളരാനായിട്ട് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറുക്കുകയും ചെയ്യും. ഇനി നമ്മുടെ മിക്സ് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും വേറെ 2-3 ഹെയർ ഡൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം മെയിനായിട്ട് നമ്മൾ പനിക്കൂർക്ക ഹെയർ ഡൈ ഒക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ ശരിക്കും ഒത്തിരി ടൈമൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഇത് ചെയ്താൽ മതി. അങ്ങനെ ഒരു 1 മന്ത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും. നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറക്കും. നമ്മൾ വേറെ പുറത്തുനിന്നുള്ള ഹെയർ ഡൈസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ ഹെയർ ഡൈസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മെയിനായിട്ട് നിങ്ങളെപ്പോഴും ഇതെന്താ റിസൾട്ട് കിട്ടിയില്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പതുക്കെ ഇതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈസിൻ്റെ റിസൾട്ട് പതുക്കെ വരുള്ളൂ. പക്ഷേ എന്നാലും റിസൾട്ട് ഉണ്ടാവും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 1 മന്തൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. വേറെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും നമ്മൾ സാധാരണ കെമിക്കൽ ഡൈസ് ഉപയോഗിക്കുന്ന പോലെയുള്ള അലർജി പ്രശ്നങ്ങളോ ചൊറിച്ചിലോ ഒരു സൈഡ് എഫക്റ്റും ഈ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. സാധാരണ ഉലുവ പോലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ കൂടുതലിങ്ങനെ മുടിക്ക് എന്താ പറയുക, നമ്മുടെ തലയ്ക്ക് കുറച്ച് തണുപ്പ് കൂടുതൽ കിട്ടും. അപ്പോൾ തലനീരിറക്കമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമ്മൾ നെല്ലിക്ക വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈക്ക് ഉണ്ടാവില്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ കുറച്ച് പനിക്കൂർക്ക ഇലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ മിക്സിയിലെ വെള്ളം വറ്റിക്കുക എന്ന് വെച്ചാൽ മുഴുവനായിട്ട് വെള്ളം വറ്റിച്ചെടുക്കരുത്. നമ്മൾ അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് തലയിലൊക്കെ തേക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കളറ് മാറി തുടങ്ങും. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം അതിനകത്ത്, ഒരു കുഴമ്പ് രൂപത്തിലുള്ള വെള്ളം അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം.
ഇനി ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കുക. നമ്മൾ ഈ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ അതിൻ്റെ കളറ് മാറി ശരിക്കും ഒരു നല്ല കറുപ്പ് കളറായിട്ട് മാറും. നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ നിങ്ങൾക്കത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ എത്ര മണിക്കൂർ വെച്ചാലാണ് നിങ്ങൾക്ക് കറുപ്പാവണേ, നന്നായിട്ട് കറുപ്പാവണേ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് വെക്കാം കേട്ടോ. മാക്സിമം ഒരു 1 ഡേ, ഒരു ദിവസം, ഇപ്പോൾ തലേദിവസമാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കും. അതിൽ കൂടുതൽ വെക്കരുത്. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം. 1 ഡേ, ഒരു ദിവസം ഓവർനൈറ്റ് വരെ വെക്കാം അത്. മറ്റുള്ള ഹെയർ ഡൈസ് പോലെ ഇത് മുടി നരയ്ക്കാതിരിക്കാനും അല്ലെങ്കിൽ നരച്ച മുടി കറുപ്പാവാനും മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും മുടി ഉള്ളോടെ വളരാനായിട്ട്, നല്ല ഉള്ളോടുകൂടി മുടി എപ്പോഴും മുടി കൊഴിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മുടി വളരാനുള്ളൊരു നല്ലൊരു കാര്യമാണിത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ, നന്നായിട്ട് തിക്നെസ് വയ്ക്കാൻ, മുടി ഉള്ളോടുകൂടി വളരാനായിട്ട് എപ്പോഴും നല്ലൊരു കണ്ടൻറ്റാണിത് കേട്ടോ. നന്നായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് അപ്പോൾ മുടി നരച്ചവർ മാത്രമല്ല, നന്നായിട്ട് മുടി ഉള്ളോടുകൂടി വളരാനായിട്ട് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു സംഭവം നന്നായിട്ട് ട്രൈ ചെയ്യാട്ടോ വീട്ടിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 hours ഇതിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അതൊരു ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും നമുക്കിപ്പോൾ ഈവനിങ്ങിൽ ഉണ്ടാക്കിയിട്ട് ഒരു ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെച്ചാലും നന്നായിട്ട് നല്ല ഡാർക്കൻ കളറായിട്ട് മാറും. ആ സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ടിത് അപ്ലൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു 20 മിനിറ്റ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം മാത്രം ഇത് കഴുകി കളയാം. 20 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് നേരം വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. 20 മിനിറ്റൊക്കെ മാക്സിമം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കൂടുതലും ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വേറെ ഓർഗാനിക് പ്രൊഡക്ട്സ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് യൂസ്ഫുൾ ആവും എന്നൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഹെയർ ഡൈസ് ആണല്ലേ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയർ ഡൈസൊക്കെ എപ്പോഴും എല്ലാവർക്കും അലർജി റിയാക്ഷനൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുതലും എല്ലാവരും നാച്ചുറൽ ഹെയർ ഡൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് തന്നെ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ മുടി വളരാനും മാക്സിമം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ട്രൈ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.